വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? തല താത്തി വേ തല ഇവിടെ വന്ന് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. നീ നമുക്കൊന്നും പഠിക്കാനില്ല ഇന്ന്. ഇറങ്ങ ഇറങ്ങ ആണോ? ആണോ? Hello guys, welcome back to our channel Crazy Girls. അപ്പം നമ്മളിന്ന് ഐമയുടെ ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. അത് മാത്രമല്ല, ഐമയുടെ തലമുടി ഫുള്ള് ഈരാണ്. കാണാൻ പറ്റില്ല, കാണിച്ചു തരാൻ പറ്റില്ല, കാണാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. കണ്ടോ? കാണില്ലടാ, കാണത്തില്ല. അപ്പം കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു ഒരു ഇങ്ങനെ ഈര് വലിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ട്. ഈരോലി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കളയുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായിട്ട് അത് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പം എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര ബുദ്ധിമുട്ട്. അവളുടെ മുഖമൊക്കെ കണ്ടോ, ഭയങ്കരമായിട്ട് വിളർച്ച പോലെയൊക്കെ ഉണ്ട്. ഈ പേനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. എല്ലാ ദിവസവും ചീകുന്നൊക്കെ ഉണ്ട്, എന്നാലും ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. കൂട്ടത്തിൽ ചെറിയൊരു ഹെയർ കട്ടും കൂടെ ചെയ്യുന്നുണ്ട്. കുറച്ച് ലെങ്തും കുറയ്ക്കാന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇത്ര മുടിയായി ഇപ്പം. കുറേ രാവിലെ ഉണങ്ങാനും ഒക്കെ പാടും. അപ്പം അന്നേരം ഞങ്ങൾ കുറച്ച് മുടിയും കൂടെ ഒക്കെ ഒന്ന് വെട്ടിക്കളയാന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. എന്റെ മുടിയിലൂടെ ചെയ്യാം എല്ലാവരും ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഓട്ടോയിലാണ് പോകുന്നത്. അതിനിപ്പോൾ കാലൊന്ന് പിടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ കെട്ടിങ്ങൊന്നുമല്ല, പണിയുള്ള തലയാ. ഇല്ല ഇല്ല, കുറച്ചേ ഉള്ളൂ. ഇരിക്കും, അത്ര സൈകെട്ടിട്ട് വന്നതാ പാവം. എന്താ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചീക്കളഞ്ഞാലും ഈ സാധനം ഇങ്ങനെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈരുണ്ട്, അതാണ് പ്രശ്നം. എന്തായിമ? ഇല്ല, കുറവാ. സൈഡ്, രണ്ട് സൈഡിലുണ്ട്. നിങ്ങൾക്കൊരു സന്തോഷം കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് കുറവാണെന്ന് പറയും. വലിച്ചു കളയുമല്ലേ, വേറെ മരുന്നൊന്നും ഇല്ലല്ലോ അല്ലേ? ആണോ? പ്രശ്നമുണ്ടോ തലയ്ക്ക്? അതാ ഞാൻ ചോദിച്ചത്. തലയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ആണല്ലേ? തലയില് പേൻ എടുക്കുന്ന അത് ഒരു ലോഷനുണ്ട്. അതിട്ട് ഇത് കംപ്ലീറ്റ് നമ്മളൊന്ന് ലൂസാക്കും. അയച്ചു വരും. ലൂസാക്കിയിട്ട് ഈരോലി യൂസ് ചെയ്ത്. ഈരോലി അല്ല, ഒരു മെഷീനുണ്ട്. ആ മെഷീനിൽ വലിച്ചെടുക്കും. തലയ്ക്ക് കുഴപ്പമൊന്നും വരത്തില്ല. തലയ്ക്കൊരു കുഴപ്പമില്ല, അത് ഇരുന്നാൽ തലയ്ക്ക് കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു. വെള്ളം എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ, കേറി കേറി.
വാ കേറക്കോ. ശരി. ആ അത് തന്നെ. വേദന ഉണ്ടോ? വേദന എടുക്കുക? വേദന ഉണ്ടോ? വലിച്ചു കളയുന്നതിൻ്റെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. കാല് ബെസ്റ്റാ. കാലൊതുക്കി വെച്ചിരിക്കേ. കയറി. രണ്ട് സൈഡത്ത് അവിടെ ആ രണ്ട് സൈഡിൽ തോന്നുന്നുണ്ട്. ലോഷനാടാ. മരുന്ന് കഴിച്ചിട്ട് ഇതുപോലെ മണത്തരുത് കേട്ടോ. മണത്ത് നീ മരുന്ന് കഴിച്ചിട്ട് ഇതുപോലെ മണത്തിയെടുക്ക. അപ്പം ആദ്യം തന്നെ ഹെയർ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു എന്തോ ഒരു ലോഷൻ പോലത്തെ മരുന്നുണ്ട്, മരുന്നല്ല ഒരു ലോഷനുണ്ട്. അത് ഇതുപോലെ ഹെയർ ഇങ്ങനെ സെപ്പറേറ്റ് എടുത്തെടുത്ത് അതിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. അപ്പം ഞാനവിടെ ചോദിച്ചപ്പോൾ ആ ഈരൊന്ന് അയഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന്, ലൂസാവാൻ വേണ്ടിയിട്ടാണെന്നാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്. അങ്ങനെ എന്തായാലും ഓരോ മുടിയിലായിട്ട് ഇങ്ങനെ തേക്കുന്നുണ്ട്. കുഴപ്പമില്ലാതായി ഇരിക്കുന്നുണ്ട് കേട്ടോ. വേറെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നുമില്ല. ഞാൻ കുറേ നാളായിട്ട് അത് അന്വേഷിച്ചാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി നിന്നത്. തല താത്തി വേ, തല വേ. ആ മരുന്ന് തേച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ ഈ കയ്യിലിരിക്കുന്ന മെഷീനില്ലേ, മെഷീനല്ല ഒരു സാധനമുണ്ട് ഈര് വലിക്കുന്ന, അത് യൂസ് ചെയ്ത് ഓരോ പീസിൽ ഇങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ വലിച്ചു കളയുന്നുണ്ടായിരുന്നു. പക്ഷെ ഓരോന്ന് എടുക്കുമ്പോഴും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുമായിരുന്നു കേട്ടോ, നിറച്ച് പേനും ഈരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നല്ല ക്ഷമയോടുകൂടി അവൾ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഈസി ആവുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ച് തല നല്ല ബലത്തിൽ പിടിച്ചിരുന്നില്ലെങ്കിലുണ്ടല്ലോ ഇവരിതിങ്ങനെ വലിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ തല ബാക്കിലോട്ടാവും. അപ്പോൾ അവൾ കുറച്ച് സഹകരിച്ചുകൊണ്ട് നമുക്ക് കാര്യം എളുപ്പമായി. എന്നാലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പോയി. ദൂരണ്ടേ ചേച്ചി? പോവാണോ? താങ്ക് യു. എപ്പോഴും ഇച്ചിരി നേരത്തെ പറഞ്ഞോടാ. സമയം 6 കാണത്തുള്ളൂ അല്ലേ? ഇച്ചിരി കയറിക്കിടണം. കയറിക്കണം. അന്ന് കുളിക്കത്തില്ല മുടി വെട്ടുന്ന ദിവസം, തല കുളിക്കത്തില്ല. ഇവിടെ വന്ന് വാഷ് ചെയ്യാമെന്ന് പറഞ്ഞോണ്ട്
അല്ലേ എപ്പോഴും പറയുന്നത്. ഞാനല്ല പറയുന്നത്. ഇച്ചിരി കയറി കിടക്കണേ. അപ്പോൾ ഹെയറൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അയിമാക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ ഹെയർ വാഷിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും അയാൻ ഒളിഞ്ഞ് നോക്കുകയാണ് പേൻ വല്ലതും ഉണ്ടോ എന്നൊക്കെ. ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി ഹെയർ കട്ട് ചെയ്യാൻ പോവാണേ. ഹെയർ ഞാൻ ഇത്തിരി ഷോർട്ടാക്കാമെന്ന് വിചാരിച്ചാൽ പിന്നെ ഇപ്പോൾ പെയിനൊന്നും ഇല്ലല്ലോ, വെറുതെ ഇനി അവളുടെ മുടി ഷോർട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു ഫെദർ കട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. മിക്കവാറും അവളുടെ ഹെയറിൽ ഞാൻ എപ്പോഴും ഫെദർ കട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ബട്ടർഫ്ലൈ കട്ടും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ മുടി അത്രയും നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഫെദർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അയാൻ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയിമ നല്ല ക്ഷമയോടുകൂടി ഇരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അവൾ നന്നായിട്ട് ഇരുന്നൊക്കെ കൊടുക്കും, പറയുന്ന പോലെ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യും. ഇത് തന്നെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഒക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവൾ സഹകരിച്ചു കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി തീർന്നു കേട്ടോ. അങ്ങനെ എന്തായാലും ഹെയർ കട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്താ പറയുക, അവരുടെ സ്റ്റൈലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിടുന്ന വേണ്ടിയിട്ട് ഇങ്ങനെ ചുരുട്ടിയൊക്കെ വെക്കുന്നുണ്ട്. അയിമക്കാണേലും എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും തലേന്ന് പേനെല്ലാം കളഞ്ഞതോടുകൂടി അയിമ ഭയങ്കര ഹാപ്പിയായി. ഇനിയിപ്പോൾ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഇരുന്ന് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ഫൈനലി ഇതാണ് ലുക്ക്. ഒരു രക്ഷയില്ലാത്ത ലുക്കായിരുന്നു, അടിപൊളി. എൻ്റെ മോളുടെ 2-2.5 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം കൈയൊക്കെ നിവർത്തി എണീറ്റ് പാവം. ഇച്ചിരി കുറേ സമയം പാടുപെട്ടതേ അല്ല എൻ്റെ മോള്. അപ്പം ഞങ്ങളിത് ചെയ്തത് പൊളോണിയയിലാണ് കേട്ടോ. അപ്പം എനിക്കിതിനായത് 2900 റുപ്പീസാണ്. അത് ഹെയർ കട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ 2900 പറഞ്ഞത്. പിന്നെ കുറച്ച് സമയം നമ്മളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, പേയ്മെൻ്റ് എല്ലാം ചെയ്തിട്ട്. കാരണം വിളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഇപ്പോൾ വിളിച്ചു, വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങി അങ്ങോട്ട് പുറത്തോട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടെ അങ്ങോട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് അയാൻ്റെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഉണ്ട്. അയാനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മുടി ഇങ്ങനെ നല്ല സോഫ്റ്റായി കേട്ടോ, ഭയങ്കര രസമായി. അടയ്ക്ക് വാപ്പായെ കണ്ടാലേ പിള്ളേർക്ക് പ്രശ്നമുള്ളു. എന്റെ മുടിയൊന്നും ചെയ്യണ്ട, കംപ്ലീറ്റ് സാധനവും ഫുള്ള്. എന്നിട്ട് ഈ പന്നപ്പെണ്ണൊരു വൃത്തിയിട്ട പണി ഇറങ്ങി ഇവിടെ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും ചൊറിയുന്നു. 12,500 രൂപ മുടക്കി പരിപാടി ചെയ്തിട്ട് വന്നിട്ട് 2,500 രൂപയോ? 2,500 ആയിരിക്കും. 500 പിന്നെ 400 രൂപ ഹെയർ കട്ട് ചെയ്തേന്. 900. ഇതന്നെ ലൈറ്റ് കിടക്കുന്ന പരിപാടിയല്ലേ. തണുത്തിരിക്കുന്നു വണ്ടി കേട്ടാ. ഇത്ര സമയം AC ഇട്ടോണ്ടാണോ വരുന്നത്? ഇടയ്ക്ക് ഓഫ് ചെയ്തൊന്നുമില്ലേ? അപ്പൊ ഗൈസ് ഞങ്ങൾ മുടിയൊക്കെ സെറ്റ് ചെയ്തു. മിഠായി വാങ്ങിച്ചു കൊടുക്കാത്തതിന് പിണങ്ങിയിരിക്കും കേട്ടോ. ഒറ്റ ഈരില്ലാതെ കംപ്ലീറ്റ് അവർ വലിച്ചു കളഞ്ഞു കേട്ടോ. ഒരെണ്ണം പോലും ഇല്ല, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റായി. അയവാ അയിമ ഫ്രീ ആയി. പിന്നെ ജസ്റ്റ് മുടി ഒന്ന് ഫെദർ കട്ട് ചെയ്തു. നല്ല മണമുണ്ട് കേട്ടോ. ലെങ്ത് ഒന്നും കുറച്ചില്ല, ജസ്റ്റ് ഒന്ന് ഫെദർ കട്ട് ചെയ്തു. മുത്തായി മേച്ചാം. അപ്പം ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു അല്ലേ. ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾ മുടിയൊക്കെ സെറ്റായി. ഇനി അയിമയുടെ പിണക്കമൊക്കെ ഒന്ന് മാറ്റണം. അപ്പം എന്താ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൻടിനാ കൂട്ടത്തിൽ അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കണേ. ടിൻടിൻ.
അപ്പൊ ഇന്നൊരു ചെറിയ വഴക്കാളിയായിട്ടിരിക്കുകയാണ്. ക്യൂട്ടാണോ എന്ന് ചോദിക്കുന്നില്ലേ? ക്യൂട്ടാണോ കൂത്താണോ? ഇച്ചിരി പുന്നാരം കയറിയിരിക്കട്ടോ, അതുകൊണ്ട് കൂത്താണോ എന്നൊക്കെയാ വരുന്നത്. അപ്പൊ ഓക്കെ, വൈൻഡപ്പ് ചെയ്യാമോ? അപ്പൊ ഇത്രേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്ലൂം ഒന്നും വേണ്ട, പോ. ഗുഡ് നൈറ്റ്.